നോക്കൂ, ഞാനിന്ന് ഉണ്ടാക്കിയത് റവ കൊണ്ടുള്ള ഒരു പത്രിയാണ് കേട്ടോ. പൊരിച്ച പത്രി കണ്ടോ, എന്ത് നല്ല പൊങ്ങി വന്നിട്ടുള്ളൊക്കെ കണ്ടോ നിങ്ങൾ. നല്ല ടേസ്റ്റാണ് ഈ പത്രിക്ക് കേട്ടോ. വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. ഞാൻ ഐഷ ഷംസ്. ഐഷാസ് ഫ്ലവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു റവ കൊണ്ടുപോയി നമുക്കൊരു പൊരിച്ച പത്രി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാനൊരു കപ്പ് റവയിലേക്ക് 4 ഗ്ലാസ് വെള്ളം എടുത്തൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളത്തിനകത്തേക്ക് ജീരകവും ഉപ്പും ഇട്ട് എന്നിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ ഈ റവ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. വെള്ളം പോരെങ്കിൽ കുറച്ച് വെള്ളം നിങ്ങൾക്ക് ഒഴിക്കുക. അതിൽ വെള്ളം കുറച്ച് പോരാ, അപ്പം ഞാൻ കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെടുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ ബെല്ലൈക്കൺ ഒന്ന് മെല്ലെ അമർത്തി കൊടുത്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പ്ലീസ് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. പിന്നെ എന്നിട്ട് ഞാനിതിനകത്തേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. 2 കപ്പ് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി, 2 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. 2 ടേബിൾ സ്പൂണാണ്. ഒരു കപ്പ് റവയിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി. പിന്നീട് ഒരു മുറി തേങ്ങ ഞാൻ ചിരണ്ടിയത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടോ. അടുത്ത് നമ്മൾ ചൂടോടുകൂടി തന്നെ കുഴയ്ക്കണം കേട്ടോ. ചൂട് വേണേ കുഴയ്ക്കണ സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം, അടി പിടിക്കാൻ പാടില്ല. ഫ്ലെയിം വളരെ ലോയിലേക്ക് കൊടുക്കണം കേട്ടോ. നമ്മൾ തീൻ്റെ ഫ്ലെയിം അല്ലെങ്കിൽ റവയാണ് അടി പിടിച്ചു പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ പാകമായിരിക്കണം കേട്ടോ. അതിനകത്തുള്ള വെള്ളമൊക്കെ പാകമാണ്. ഇനി നമുക്ക് ഇത് കുഴച്ചെടുക്കണം, ചൂടോടുകൂടി കുഴച്ചെടുക്കണം. ഞാൻ ഈ അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് കുഴയ്ക്കുന്നത്. വെച്ചാൽ ക്യാമറ എവിടെ വെച്ചാലും അങ്ങോട്ടേക്ക് വരില്ല. വെച്ചാൽ കിച്ചൺ ഞങ്ങൾക്ക് ഇവിടെ വളരെ ചെറിയ കിച്ചണാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെ എങ്ങനെ ക്യാമറ വയ്ക്കുമ്പോൾ ശരിക്കും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചിട്ട്, അവിടെ ക്യാമറ വയ്ക്കുമ്പോൾ എനിക്ക് കിട്ടും ശരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് എണ്ണ കയ്യിലെടുത്തിട്ട് സൺഫ്ലവർ എടുത്തിട്ട് ഒന്ന് മെല്ലെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്നും കൂടി കുഴച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഉരുള കൂട്ടിയിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ പത്തിരി പരത്തുന്നത് വീഡിയോ ഓണാക്കിയെന്നാണ് എൻ്റെ വിചാരം. എന്താ വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തിരക്കല്ല, കുട്ടികളൊക്കെ ഓഫീസിൽ പോണ തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഓണാക്കാൻ മറന്നു പോയോണ്ട് സോറി. ഒന്നുമില്ല, നമ്മൾ പ്രസ്സിൽ പരത്തിയിട്ട് നമ്മളൊരു ടോപ്പ് എടുത്തിട്ട് ഒരു ഷേപ്പാക്കി എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷേപ്പായി കിട്ടുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ പരത്തി വെച്ചിരിക്കണ കണ്ടോ. അതിനകത്തിൻ്റെ ചൂടുള്ള സൺഫ്ലവർ ഓയിലിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ 2-3 ഇടാൻ പറ്റിയ ചട്ടിയാണ്, നിങ്ങൾക്ക് 2-3 ഇടാം കേട്ടോ. നല്ലോണം പൊങ്ങി വരുന്ന കണ്ടോ ഈ പത്തിരി. ഇതിലേക്ക് നല്ല കോഴിമുളക് ഇട്ടതോ ഇനി ഇഷ്ടമോ, പിന്നെ അതുപോലെ തന്നെ മീൻ കറി, ഇതൊക്കെ ഇതിനകത്തേക്ക് പറ്റും. ഏത് കറിയും ഇതിനകത്ത് പറ്റുക. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു പത്തിരിക്ക് ഉണ്ടാവുക കേട്ടോ. ഇനി 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴും കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പത്തിരിയാണ്. ആകെ ഒരു 10-20 മിനിറ്റ് ഉണ്ട് നിങ്ങൾക്ക് പത്തിരി പൊരിച്ചാകും. അപ്പം നിങ്ങൾ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കാം. പിന്നെ രാവിലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾ ഇങ്ങനൊരു പത്തിരി ഉണ്ടാക്കിയാൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കൂട്ടെ. വെറൈറ്റി. ഇപ്പം മഴക്കാലമാണ് വരുന്നത്, ഒരുപാട് അസുഖങ്ങളും ഒക്കെ വരും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാതെ നമ്മുടെ മക്കൾക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് അവരെ സന്തോഷമാക്കി അവരെ നോക്കുക നമ്മൾ. കണ്ടോ നല്ല പൊങ്ങി വരുന്നത് കണ്ടോ പത്തിരി. പിന്നെ എണ്ണ കുടിക്കില്ല, ഒട്ടും എണ്ണയും ഉണ്ടാകില്ല ഈ പത്തിരി. ഞാൻ ആദ്യം മുറിച്ചപ്പോൾ കണ്ടില്ല, അതിനകത്ത് എണ്ണ ഒട്ടും കുടിക്കില്ല കേട്ടോ. അപ്പോൾ റവ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒട്ടും എണ്ണ കുടിക്കില്ല. അധികം നന്നായി സോഫ്റ്റാക്കി കുഴയ്ക്കുകയും വേണ്ട കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.